ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് ഈ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. ഇപ്പോഴാണ് കേട്ടോ അത് പറ്റിയത്. പിന്നെ എന്താ, അമ്മ ഇവിടെ ഇല്ലല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയി ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പം അമ്മ ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്, ജോലിയും മോളെയും കൂടെ നോക്കാനായിട്ട് ഭയങ്കര പാടുപെടുകയാണ്. അവളിപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര വാശിയും കൂടെയാണ് എണീച്ച് വരുമ്പോഴേ. അപ്പോൾ അവൾ എണീക്കുന്ന മുമ്പ് എനിക്ക് എൻ്റെ ജോലി തീർക്കണം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പം ചേട്ടനും അച്ഛനൊന്നും ജോലിക്ക് പോകണ്ട. ഞാൻ എന്നാലും 5:30 തന്നെ എണീച്ചു, എന്നാലേ പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റത്തുള്ളൂ. മോൾ എണീച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയൊന്നും നടക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് കടല ഞാൻ അപ്പുറത്ത് കുക്കറിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അരി കഴുകി വെള്ളം തിളച്ചപ്പോൾ അതിലിട്ട്. മോള് കരയുന്ന സൗണ്ട് കേട്ടോ. അപ്പം ചേട്ടൻ വന്നിട്ട് തൊട്ടിലാട്ടി കൊടുത്തു. രാവിലെ ഞാൻ എണീക്കുമ്പോൾ അവളെ തൊട്ടിൽ കിടത്തിയിട്ടാണ് വരുന്നത്. അതപ്പോൾ കരഞ്ഞാലും ഒന്ന് ആട്ടിക്കൊടുത്ത് അവിടെ നിന്ന് ഉറങ്ങിക്കോളും. ചായയൊക്കെ രാവിലെ അച്ഛൻ ഇടും കേട്ടോ. ഞാനിവിടെ വരുന്ന മുമ്പേ അങ്ങനെയാണ്. അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് പാലും വാങ്ങിച്ചുകൊണ്ട് വന്ന് അച്ഛൻ തന്നെ എല്ലാവർക്കും ചായ ഇട്ട് വയ്ക്കും. പഞ്ചസാര മാത്രം ഇടത്തില്ല, കാരണം നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇടുന്നതുകൊണ്ട് അച്ഛൻ അത് മാത്രമേ ഇടില്ല, ചായ മാത്രം ഇട്ട് വയ്ക്കാം. പഞ്ചസാര ഇപ്പോഴത്തെ ഭയങ്കര അലിയാൻ പാടായതുകൊണ്ട് ഞാൻ നേരത്തെ പഞ്ചസാര ഒന്ന് അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എണീറ്റ് വരുമ്പോൾ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതിയല്ലോ. എനിക്ക് അങ്ങനെ ചൂടായ ചായയൊന്നും ഇഷ്ടമല്ല. ഞാൻ തണുത്ത് പച്ചവെള്ളം പോലെ ആയാലും ചായ കുടിക്കത്തുള്ളൂ കേട്ടോ. ചേട്ടന് ചെറിയ ചൂടൊക്കെ വേണം. കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വശക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ രാവിലെ ചിലപ്പോൾ എൻ്റെ കൂടെ അവൾ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് രാത്രി തന്നെ എല്ലാം അരിഞ്ഞു വെച്ചു. അതാകുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് വച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ ആ ഒരു സമയം കൂടെ വെറുതെ പോവും. പിന്നെ എന്താ, ഉച്ചത്തേക്ക് പുളിശ്ശേരിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും അതിന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. മീനൊന്നും കിട്ടിയില്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ട് മീനൊക്കെ ചിലപ്പോഴേ ഇവിടെ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ കടലക്കറി റെഡിയായി. ഇനി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് അത് ഇടാനായിട്ടാണ് അടുത്ത് പോകുന്നത്. അതിനുശേഷം പുട്ടിന് മാവ് കുഴയ്ക്കണം. പുട്ടിന് മാവ് കുഴച്ചിട്ട് നനയ്ക്കാൻ പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ മാവ് കുഴച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവൾ ഉണർന്നു. പിന്നെ അവളെ ഉറക്കാനായിട്ട് ഞാൻ പോയി കേട്ടോ. അവൾ ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ പുട്ടിന് വേണ്ടി വച്ചിട്ടുണ്ട്. പുട്ടായിട്ട് അവൾക്ക് കാപ്പിയും കൂടെ കൊടുത്തിട്ട് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അവളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല, അവൻ്റെ തറയിൽ നിൽക്കുന്നില്ല. ചില ദിവസങ്ങളിൽ അവൾ ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ എണീച്ച് വരുമ്പോൾ മര്യാദയ്ക്ക് ഒരിടത്ത് പോയിരിക്കും. ചില ദിവസം ഭയങ്കര നിർബന്ധമായിരിക്കും. അപ്പോൾ ഈ ചേട്ടനും എണീച്ച് ചേട്ടന് വേണ്ടിയിട്ട് ചായ എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് കഴിക്കാനായിട്ട് പുട്ടെടുക്കുകയാണ്. വായിൽ വെച്ച് കൊടുത്തപ്പോൾ ഒരു വിധത്തിൽ കഴിച്ചില്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് പാത്രത്തിലിട്ട് കൊടുത്തു. അവൾ തന്നെ തനിയെ ഇരുന്ന് കഴിച്ചോളും. ചിലപ്പോഴൊക്കെ തനിയെ ഇരുന്ന് ഇതുപോലെ കഴിച്ചോളും. TV-യിൽ പരസ്യം ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുകയാണ്. കുറേയൊക്കെ കഴിച്ച് കുറേയൊക്കെ തലയിൽ കൂടെ വാരിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇതാ ഷീറ്റൊക്കെ മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എല്ലാവരും എണീക്കുമ്പോഴേ മടക്കാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അവളെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ഷീറ്റ് നനയ്ക്കണം. ഞാൻ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഷീറ്റും അവളുടെ തൊട്ടിലെ തുണിയൊക്കെ എടുത്ത് നനയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി നനയ്ക്കാൻ വേണ്ടി പോയി. ഇനി അടുക്കളയിൽ വേറെ വയ്ക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഒതുക്കലും പാത്രം കഴുകലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വെച്ച് തുണി നനച്ചിട്ട് വന്നിട്ട് ചെയ്യാമെന്ന്. പിന്നെ അവളെ തുണി നനയ്ക്കാൻ ഒരു വിധത്തിൽ പോകാൻ സമ്മതിക്കാത്തതുകൊണ്ട് ചേട്ടൻ അവളെയും കൊണ്ട് താഴോട്ട് പോയി. കുറച്ച് നേരം താഴോട്ടൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് താഴോട്ട് പോയി. ആ സമയം കൊണ്ട് ഞാൻ തുണി നനച്ചു. ഇനി അടുക്കള ഒതുക്കണം. എല്ലാം വലിച്ച് വാരിയിട്ടിരിക്കുകയാണ് കേട്ടോ.
അത് പാത്രങ്ങൾ കഴുകാണ്ട്. ഇന്ന് കുറച്ച് പാത്രമേ ഉള്ളൂ കഴുകാൻ, വേറൊന്നും വച്ചില്ലല്ലോ. എല്ലാം തൂത്ത് അടുക്കളയൊക്കെ ഒതുക്കി, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും മണി 11 മണിയായി. ഇനി അവളെ കുളിപ്പിക്കണം. വയ്യാതായതിനു ശേഷം ഇന്നാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. അവൾക്ക് കുളിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ്. തലയിൽ വെള്ളം ഒഴിക്കാൻ സമ്മതിക്കില്ല. വെള്ളം ഒഴിക്കണത് ഇവിടെ കിടന്ന് കരഞ്ഞ് വിളിക്കും. അത് അവിടെ കുളിക്കാൻ പോകണമെന്ന് മനസ്സിലായി അവിടെ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് ഇതാ കരഞ്ഞുകൊണ്ട് വരികയാണ് കേട്ടോ. കുളിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഒരു ബഹളമൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളും. ഫുഡ് കഴിക്കാൻ സമയമാകുമ്പോഴേ എണീക്കത്തുള്ളൂ. അങ്ങനെ അമ്മ അതാ സ്പെഷ്യൽ ഐറ്റംസൊക്കെ അനിയൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ കറിയൊന്നും വച്ചില്ല ഉച്ചത്തേക്ക്. നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അതിനിടയ്ക്ക് മോൾ എണീറ്റു കേട്ടോ. അവൾക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ കഴിച്ചത്. ഞങ്ങൾ കഴിച്ചപ്പോൾ 3 മണിയൊക്കെ ആയി. അവളിത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാൽ കുറേ പാത്രങ്ങൾ കഴുകാറുണ്ട്. അതും കഴുകി വയ്ക്കണം. പെട്ടെന്നാണ് കേട്ടോ സമയം പൊയ്ക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അതുകൊണ്ട് എല്ലാം ഒതുക്കി പറക്കി വയ്ക്കുകയാണ്. അവൾ എല്ലാം വലിച്ച് വാരി എല്ലാം എടുത്ത് മാറ്റിയും തിരിച്ചൊക്കെ വെച്ചു. അതൊക്കെ ഞാൻ എടുത്ത് ഒതുക്കി വെച്ചു. എന്നിട്ട് എന്തൊക്കെയോ പേപ്പറുകൾ പിച്ച് അവിടെ ഇവിടെ നിന്നൊക്കെ വാരി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ കുഞ്ഞു കുട്ടികളുള്ള വീടുകളിലൊക്കെ ഇതാണ് കേട്ടോ പ്രശ്നം. എത്ര നമ്മൾ ഒതുക്കി വൃത്തിയാക്കി വെച്ചാലും പിള്ളേരെല്ലാം വലിച്ചു വാരി ഇടും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമുള്ള കാര്യം. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ കുഞ്ഞല്ലേ, അവൾക്ക് പറഞ്ഞാലും അറിയത്തില്ല. അതുകൊണ്ടൊന്നും പറയാനും വയ്യ. ഞാൻ രാവിലെ തൂത്തയാണ്. ഇപ്പം നോക്കിയപ്പോൾ ലോഡ് ചവർ. അത് കഴിഞ്ഞിട്ട് തുടയ്ക്കുകയാണ് കേട്ടോ. തുടച്ചിട്ടും കാര്യമൊന്നുമില്ല. അവളിപ്പം വന്നെല്ലാം കുളമാക്കി ഇട്ട് തരും. നമ്മളിവിടെ എത്രത്തോളം നല്ല വൃത്തിയാക്കി വയ്ക്കണോ അത്രത്തോളം നമ്മളെ വീട്ടിന് ഐശ്വര്യമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റം അടിച്ച് വരാനായിട്ട് പോയി. ഇതൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. വീടിന് ചുറ്റും തൂക്കാണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കുറച്ചേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് വീടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ഞാൻ ചെടിയിൽ വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ വെള്ളം ഒഴിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ജോലി ഒഴിഞ്ഞു. സമയം പെട്ടെന്നൊന്നും പറഞ്ഞാണ് കേട്ടോ പോകുന്നത്. മണി ഇപ്പം 5:30 അവളിവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് കുഞ്ഞമ്മ എടുത്തുകൊണ്ട് പോയി. അവൾ അവിടെ കുഞ്ഞമ്മയുടെ ഇരിക്കുകയാണ് കേട്ടോ. അവൾക്ക് വീട്ടിൽ ഇരിക്കണതായിരുന്നു കൂടുതൽ ഇഷ്ടം. അവിടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി ഇരിക്കണതാണ്. കുറച്ച് നേരം അവിടെ ഇരുന്നോളും. അപ്പോൾ അവൾ വരുമ്പോഴേക്കും എനിക്കിനി പെട്ടെന്ന് ഇതൊക്കെ ചെയ്തിട്ട് കുളിക്കണം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ തീ കത്തിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ചവറൊക്കെ കാറ്റത്ത് പറന്നു പോകും. പിന്നെ തീ കത്തിച്ചിട്ടതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയി. അങ്ങനെ കുളിച്ച് ഫ്രഷായി. ഇനി ഞാൻ പോയി മോളെ വിളിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഇനി കുഞ്ഞമ്മയ്ക്ക് ഒരു ജോലി നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവളെ പോയി വിളിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ചായ ഇടാൻ പോവാണ് കേട്ടോ. മോൾക്ക് കുറച്ച് ചായ ഞാൻ കൊടുക്കും, കടുപ്പും കുറച്ചായിട്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കടുപ്പ് കിട്ടുന്നത്. അച്ഛന് മധുരം കുറച്ച് മതി, ചേട്ടന് പക്ഷെ നല്ല മധുരം വേണം. അപ്പോൾ അത് അച്ഛനുള്ള ആദ്യം ചായ മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഞാൻ മധുരം ചേർക്കുന്നത്. അതിന് ശേഷം ഞങ്ങളിതാ ചായ കുടിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ചേട്ടൻ കളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സൺഡേ ദിവസം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ദിവസമാണ്. മുമ്പൊക്കെ ആണെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയാണ് വീട്ടിൽ കയറുന്നത്. ഇപ്പോഴാണ് വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴേ കളിക്കാൻ പോകും. എന്നിട്ടൊരു 8:30-8 മണിയൊക്കെ ആകുമ്പോൾ വരും. അതിനുശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം എൻ്റെ ഫോണിൽ സ്പേസ് കുറവായതുകൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. പിന്നെ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അതുകൊണ്ട് എൻ്റെ ഇടയിലുള്ളതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. വിളക്ക് കത്തിച്ചിട്ട് നനച്ച തുണികളൊക്കെ മടക്കി വയ്ക്കുകയാണ് കേട്ടോ.
കുറേ കഴിഞ്ഞപ്പോൾ അവൾ കിടന്ന് ഉറങ്ങി. അപ്പോഴേക്കും ഞാൻ പിന്നെ ഇനി നാളത്തേക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വയ്ക്കുകയാണ്. നാളെ ഇനി ചോറൊക്കെ കെട്ടണം. രാവിലെ അരിയാനായിട്ട് സമയമാവും. അവർക്ക് 8 മണിക്ക് പോകണം ചേട്ടനും അച്ഛനും. ഈ ഫോണിൽ സ്പേസ് കുറവായതുകൊണ്ട് കേട്ടോ എൻ്റെ ഇടയിലുള്ള വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നാളെ ഇനി ദോശയും ചമ്മന്തിയും അരയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ രാത്രി തന്നെ നാളെ ഇനി എന്ത് വയ്ക്കണമെന്നുള്ളത് കാര്യം ആലോചിച്ച് വെക്കണം. അല്ലെങ്കിൽ രാവിലെ കിടന്ന് വട്ട് പിടിക്കേണ്ടി വരും എന്തോന്ന് വെക്കണമെന്നൊക്കെ ആലോചിച്ചിട്ട്. അതുകൊണ്ട് രാത്രി തന്നെ ആലോചിച്ച് വെച്ചു. ദോശയും ചമ്മന്തിയും അരയ്ക്കാം, പിന്നെ തോരനും രസവും, പിന്നെ മീനോ വല്ലതും വാങ്ങിക്കുകയാണെങ്കിൽ അതും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മുട്ടയായിരുന്നാലും അവർ കൊണ്ടുവയ്ക്കുള്ളൂ. അങ്ങനെ മീൻ നിർബന്ധമൊന്നുമില്ല ഇവിടെ. പിന്നെ എന്താ, വേറെ ഒന്നുമില്ല. ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അച്ഛനും വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്തിലോട്ട് പോവും. അച്ഛൻ 7 മണിയാകുമ്പോൾ വരും. അത് കഴിഞ്ഞിട്ട് ഇതാ ചേട്ടൻ വന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. ഞങ്ങളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോകണം കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.